ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് യൂണിറ്റായ ദ ഫ്രെയിംസ് എന്ന യൂണിറ്റിലെ പ്രൊജക്ട് ടൈഗർ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് സത്യജിത് റേ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. ഇതൊരു മെമ്മോയറാണ്, അതായത് സത്യജിത് റേ അയാൾക്ക് അയാളുടെ ലൈഫിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു മെമ്മോയറാണ് ഈ ചാപ്റ്റർ. സത്യജിത് റേ വാസ് എൻ ഇന്ത്യൻ ഫിലിം മേക്കർ, ഫിക്ഷൻ റൈറ്റർ. അദ്ദേഹം ഒരു ഇന്ത്യൻ ഫിലിം മേക്കറും ഫിക്ഷൻ റൈറ്ററുമായിരുന്നു. ഈ ചാപ്റ്ററിൽ പറയുന്നത് സത്യജിത് റേ എങ്ങനെയാണ് ഒരു ട്രെയിൻഡ് ടൈഗറിനെ വെച്ച് ഫിലിം ചെയ്തത് എന്നാണ്. മൃഗങ്ങളെ വെച്ച് ഫിലിം ഷൂട്ട് ചെയ്യുന്നതിനുള്ള ഓരോ പരിമിതികളെ പറ്റിയൊക്കെയുള്ള ഒരു സത്യജിത് റേക്കുണ്ടായ ഓരോ അനുഭവങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മൃഗങ്ങളെ വെച്ച് ഫിലിം ഷൂട്ട് ചെയ്യുന്നതിൽ ഹോളിവുഡിനെ വെല്ലാൻ ആർക്കും കഴിയില്ല എന്നാണ് സത്യജിത് റേ പറയുന്നത്. കുട്ടിക്കാലത്ത് അദ്ദേഹം കണ്ട ചില സിനിമകളെ പറ്റി അദ്ദേഹം ഓർക്കുകയാണ്. അതിലെ 2 മേജർ ക്യാരക്ടേഴ്സ് ആയിരുന്നു റിൻടിൻടിൻ എന്ന അൽസേഷ്യൻ നായയും ലസി എന്ന കോളി നായയും. അവരുടെ ആക്ടിംഗ് മനുഷ്യരെക്കാൾ അതിമനോഹരമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു റിയൽ ഫിലിം സ്റ്റാറിന് കിട്ടുന്ന സെയിം എമൗണ്ട് പണം അവർക്കും, അതായത് ഫിലിമിൽ ആക്ട് ചെയ്യുന്ന അനിമൽസിനും കിട്ടുന്നുണ്ടായിരുന്നു. മൃഗങ്ങളായതുകൊണ്ട് അവർക്ക് കിട്ടുന്നത് മറ്റുള്ളവരെക്കാൾ കുറവായിരുന്നില്ല. ഒരൊറ്റ ഫിലിമിൽ അഭിനയിച്ചാൽ തന്നെ അവരുടെ ഓണേഴ്സിന് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഈ മൃഗ അഭിനേതാക്കളെ ഹോളിവുഡിൽ വളരെ ബഹുമാനത്തോടെയാണ് പരിഗണിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒരിക്കൽ സത്യജിത് റേ ഹോളിവുഡ് സിനിമകൾ ധാരാളമായി നിർമ്മിക്കുന്ന ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നതിനിടെ അവിടെ സന്ദർശിക്കുകയുണ്ടായി. ഒരു വലിയ നായയായിരുന്നു അതിലെ നായകൻ. അവിടെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ചാൽ, പൊതുവെ ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ലൈറ്റുകളെല്ലാം ക്രമീകരിക്കാൻ ആക്ടേഴ്സ് അവരുടെ റോളുകളും അഭിനയ ചലന രീതികളും ട്രയൽ ആയിക്കൊണ്ട് ക്യാമറാമാനെ കാണിക്കണം. പക്ഷേ വലിയ പ്രശസ്തമായ നടന്മാർക്ക് ഇത്തരം ട്രയൽ സീൻ അഭിനയിക്കുന്നതിനായി ഡ്യൂപ്പുകൾ ഉണ്ടാവും. ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് പകരം അഭിനയിക്കാൻ ആളുകൾ ഉണ്ടാവും. അവരെ സ്റ്റാൻഡിൻസ് എന്നും പറയും. അതുപോലെ തന്നെ ആ സിനിമയിലെ വലിയ നായക്കും ഡ്യൂപ്പായി അഭിനയിക്കാൻ ഒരു മനുഷ്യൻ നായയുടെ തോൽ ധരിച്ചുകൊണ്ട് തന്റെ കൈകാലുകൾ നിലത്ത് വെച്ച് നായ നടക്കുന്നത് പോലെ നായകനായ നായക്ക് പകരം അഭിനയിക്കുന്ന ആ കാഴ്ച സത്യജിത് റേയെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പിന്നീട് ഹോളിവുഡിലെ തന്നെ ബെസ്റ്റ് സസ്പെൻസ് ഫിലിം മേക്കറായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അദ്ദേഹത്തിന്റെ ബേർഡ്സ് എന്ന സിനിമയിൽ പരിശീലനം ലഭിച്ച 100 കണക്കിന് റാവൻ പക്ഷികളെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ സത്യജിത് റേ താൻ ഒരു ടൈഗറിനെ വെച്ച് ഒരു സിനിമ ചെയ്തതിനെ പറ്റി പറയുകയാണ്. ഗൂപ്പി ഗെയിൻ ബാഗ ബെയിൻ എന്ന അദ്ദേഹത്തിന്റെ ഒരു ഫിലിമിലാണ് അദ്ദേഹം ടൈഗറിനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയത്. ആ സിനിമയിൽ നായകന്മാരായ ഗൂപ്പിയും ബാഗയും ഒരു കാട്ടിൽ ഒരു കടുവയെ കണ്ട് ഭയന്ന് മരവിക്കുന്ന ഒരു രംഗമുണ്ട്. ഈ രംഗം ചിത്രീകരിക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം ലഭിച്ച ഒരു കടുവയെ ആവശ്യമുണ്ടായിരുന്നു. ഭാരത് സർക്കസ് കമ്പനിയിൽ നിന്ന് പരിശീലനം ലഭിച്ച കടുവയെ അതിന്റെ റിംഗ് മാസ്റ്ററായ മിസ്റ്റർ തൊറാട്ടിനൊപ്പം അയച്ചു. നോട്ടുൻഗ്രാം എന്ന ഗ്രാമത്തിലെ ഒരു മുളങ്കാട്ടിൽ രംഗം ചിത്രീകരിക്കാൻ അവർ പദ്ധതിയിട്ടു. മിസ്റ്റർ തൊറാട്ടും സംഘവും 2 കടുവകളുമായി അവിടെ എത്തി. പക്ഷേ മറ്റൊരു പ്രശ്നം ഇവരെ അലട്ടുന്നുണ്ടായിരുന്നു. ഭാരത് സർക്കസ് ഇതുവരെ കൂട്ടിൽ നിന്ന് തനിയെ ഒരു കടുവയെ തുറന്നു വിട്ടിട്ടില്ല. തുറന്നു വിടുകയാണെങ്കിൽ തന്നെ അതിന്റെ കൂടെ അതിന്റെ ട്രെയിനറും ഉണ്ടാവും. പക്ഷേ ഈ സീനിൽ കടുവ ഒറ്റയ്ക്ക് കാട്ടിൽ നിന്ന് നടന്നു വരണം. അത് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ മിസ്റ്റർ തൊറാട്ടിന് സംശയമുണ്ടായിരുന്നു. ഇത് കേട്ട് സത്യജിത് റേയും ആശങ്കപ്പെട്ടു. അങ്ങനെ അതിനൊരു പരിഹാരമായി കടുവയുടെ കഴുത്തിൽ വളരെ കനം കുറഞ്ഞ എന്നാൽ ശക്തവുമായ ഒരു കമ്പി കെട്ടി അതിന്റെ മറ്റേ അറ്റം ക്യാമറയിൽ കാണാത്ത വിധം ഒരു ഇരുമ്പ് ദണ്ടിൽ കെട്ടിയിടാം എന്നവർ തീരുമാനിച്ചു. കടുവയുടെ കഴുത്തിലുള്ള ഈ കയറ് കാണാതിരിക്കാൻ ഒരു കടുവത്തോലുകൊണ്ടുണ്ടാക്കിയ ഒരു കോളർ അതിന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ മിസ്റ്റർ തൊറാട്ട് കൂട് തുറന്ന് കടുവയെ വിളിച്ചു. വളരെ അപ്രതീക്ഷിതമായി കൂട്ടിൽ നിന്ന് ക്രൂരമായി ചാടിയ കടുവ സദസ്സിനു നേരെ ആഞ്ഞടിച്ചു. കടുവയുടെ അപ്രതീക്ഷിതമായ പെരുമാറ്റത്തിൽ എല്ലാവരും ഞെട്ടി. ട്രെയിനറായ തൊറാട്ട് പോലും അതിനെ നിയന്ത്രിക്കാനായില്ല. പക്ഷേ അല്പസമയത്തിനു ശേഷം അത് ശാന്തമായി. അവർക്ക് ആവശ്യമായ ഷോട്ടുകളെല്ലാം എടുത്തു. പക്ഷേ ക്യാമറ സെറ്റ് ചെയ്തതിൽ എന്തോ പിഴവ് വന്നതുകൊണ്ട് തന്നെ എടുത്ത ഷോട്ടുകളെല്ലാം ഒരു ഇരുണ്ട നിറത്തിലാണ് എന്ന് അവർക്ക് പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അവർക്ക് വീണ്ടും എല്ലാ ഷോട്ടുകളും എടുക്കേണ്ടി വന്നു. ബോറൽ ഗ്രാമത്തിലെ മറ്റൊരു സ്ഥലത്ത് വെച്ചായിരുന്നു പിന്നീട് ഷൂട്ട് ചെയ്തത്. ഇവിടെയും കടുവ സദസ്സിനു നേരെ അക്രമാസക്തമായ ആക്രമണം നടത്തിയെങ്കിലും പിന്നീട് ശാന്തനായി. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ എല്ലാ ഷോട്ടുകളും എടുത്തു. എല്ലാ ഷോട്ടുകളും വളരെ മികച്ചതായിരുന്നു. അങ്ങനെ സത്യജിത് റേ തന്റെ ഗൂപ്പി ഗെയിൻ ബാഗ ബെയിൻ എന്ന സിനിമ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. ഇത്രയുമാണ് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ സമ്മറി ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. 10th സ്റ്റാൻഡേർഡിലെ മറ്റ് ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് അവ കാണാവുന്നതാണ്. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.